മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. 74-ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പങ്കെടുക്കുന്നത്. പേജ് നമ്പർ 457 മുതൽ 463 വരെയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഇതിൻ്റെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സഹായിക്കുന്നതിൻ്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ കനിവായിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. മറിയൂസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ പഠനത്തെ കൂടുതൽ അനുഗ്രഹദായമാക്കുവാനായിട്ട് സംരക്ഷകനായി എപ്പോഴും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഠന പരമ്പര തുടരുന്നു. പാറേമാക്കൽ തോമാക്കത്തിന് അറിയിച്ച വർത്തമാന പുസ്തകത്തിലെ 74-ാം പാദത്തെ ആസ്പദമാക്കി അന്നത്തെ സഭാചരിത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും കോർത്തിണക്കിയുള്ള ഒരു വിശകലനമാണ് ഇന്നത്തെ നമ്മുടെ 74-ാം പാദത്തിലൂടെ നമ്മൾ കാണുക. റോമിലും പോർച്ചുഗലിലും വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനു ശേഷം മാർത്തോമ മെത്രാൻ്റെ സഭൈക്യ കാര്യത്തിലുണ്ടായ നിർണായകമായ വഴിത്തിരിവുകളാണ് ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ അവതരിപ്പിക്കുക. പതിവ് പോലെ 5 പ്രധാന ആശയങ്ങളായിട്ടാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുക. എന്നും സൂചിപ്പിക്കാറുള്ളതുപോലെ പാഠപുസ്തകം വായിക്കണം എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു. സഭാപരമായ അധികാരവും നിയമന തടസ്സങ്ങളും. മാർത്തോമ മെത്രാനെ, പാലക്കുന്നത്ത് മാർത്തോമ മെത്രാനെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കുന്നതിന് സഭാ നിയമപ്രകാരം മറ്റു തടസ്സങ്ങളില്ലെന്ന് കത്തനാർ വ്യക്തമാക്കുന്നു. സഭയുടെ പാരമ്പര്യവും വേദശാസ്ത്രജ്ഞന്മാരുടെ വിധിയുമനുസരിച്ച് ഒരു കത്തോലിക്ക മെത്രാപ്പോലീത്തായ്ക്ക്, ഇവിടെ നമ്മൾ പറയുമ്പോൾ മാർ യൗസേപ്പ് കരിയാറ്റിലിന്, മറ്റൊരു മെത്രാൻ്റെ വിശ്വാസ പ്രഖ്യാപനം സ്വീകരിക്കാനും അദ്ദേഹത്തെ സഭയിൽ ചേർക്കാനും പൂർണ്ണ അധികാരമുണ്ട്. എന്നാൽ മലങ്കരയിലെ ശത്രുക്കളും അറിവില്ലാത്ത ജനങ്ങളും ഈ പ്രക്രിയയെ തെറ്റായി വ്യാഖ്യാനിച്ച് കുഴപ്പങ്ങളുണ്ടാക്കുമോ എന്ന ഭയം കാരണമാണ് റോമിൻ്റെയും രാജ്ഞിയുടെയും ഔദ്യോഗിക അംഗീകാരത്തിനായി അവർ കാത്തിരുന്നത്. സഭയുടെ പവിത്രമായ കീഴ്വഴക്കങ്ങളെക്കാൾ ഉപരിയായി രാഷ്ട്രീയവും തന്ത്രപരവുമായ നീക്കങ്ങൾ അക്കാലത്ത് അനിവാര്യമായിരുന്നുവെന്ന് ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ആശയം ഇതാണ്: ചാരപ്രവർത്തനങ്ങളും പ്രതികൂല റിപ്പോർട്ടുകളും. ഈ പാദത്തിൽ മുൻ അധ്യായങ്ങളിലെ, അതായത് 47, 72 പാദങ്ങളിൽ പരാമർശിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പോവുക. കൊച്ചി വികാരി ജനറലായിരുന്ന മാർ യൗസേപ്പ് ദെ സുലിദാരെ മലങ്കരയിൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കരിയാറ്റിൻ മെത്രാപ്പൊലീത്തായ്ക്കും കത്തനാർക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ റിപ്പോർട്ട് സത്യവിരുദ്ധമായിരുന്നുവെന്ന് കത്തനാർ ആരോപിക്കുന്നു. മലങ്കരയിലെ നസ്രാണികളെയും മാർത്തോമ മെത്രാനെയും പറ്റി മോശമായ കാര്യങ്ങളാണ് റോമിലെ അന്തോന്നല്ലി കർദിനാളിന് ലഭിച്ചത്. എന്നാൽ ഈ ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് റോമിനെ ബോധ്യപ്പെടുത്താൻ ദൈവനിശ്ചയത്താൽ അവർക്ക് സാധിക്കുന്നുണ്ട്. തോമ കത്തനാർക്ക് സാധിക്കുകയാണ്. ആ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. സത്യവിരുദ്ധമായ റിപ്പോർട്ടുകൾ നൽകിയതെല്ലാം അത് ദുഷ്പ്രചരണങ്ങളായിരുന്നു എന്ന് റോമിനെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയാണ്. മൂന്നാമത്തെ ആശയം ഇതാണ്: പ്രഭുവിൻ്റെയും മർത്തീഞ്ഞോയുടെയും കുതന്ത്രങ്ങൾ. റോമിലെ തീരുമാനങ്ങൾ അനുകൂലമായ വിവരം രഹസ്യമായി അറിഞ്ഞപ്പോൾ കരിയാറ്റി മെത്രാപ്പോലീത്ത അത് തൻ്റെ സുഹൃത്തുക്കളെ അറിയിച്ചു. എന്നാൽ ഇതറിഞ്ഞ ഇന്ത്യൻ സർവാധിക്യകാരനായ മർത്തീഞ്ഞോ ദെ മെൽ പോർച്ചുഗൽ രാജ്ഞിയെ അറിയിക്കാതെ റോം എടുത്ത ഈ തീരുമാനത്തെ എതിർത്തു. നസ്രാണികൾക്ക് സ്വന്തമായി മെത്രാൻ ഉണ്ടാവുകയും മാർത്തോമ മെത്രാൻ കൂടി സഭയിൽ ചേരുകയും ചെയ്താൽ മലങ്കരയിലെ ജനങ്ങൾ യൂറോപ്യന്മാരുടെ അടിമത്തിൽ നിന്നും സ്വതന്ത്രരാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. മുടക്കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് മലങ്കരയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് തടയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നാലാമത്തെ ആശയം: ദൈവികമായ ഇടപെടലും സമയക്രമവും. മർത്തീഞ്ഞോ ദെ മെൽ റോമിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവസഹായത്താൽ മാർപ്പാപ്പയുടെ ഉത്തരവ്
റോമിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. രാജ്യ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള കത്ത് റോമിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മാർത്തോമായുടെ കാര്യത്തിലുള്ള അധികാരപത്രം ലിസ്ബണിലേക്ക് അയക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ സമയക്രമം തങ്ങളുടെ വിജയത്തിന് കാരണമായത് ദൈവഹിതമാണെന്ന് കത്തനാർ വിശ്വസിക്കുന്നു. ശത്രുക്കളുടെ തടസ്സവാദങ്ങൾ എത്തുന്നതിന് മുമ്പേ സഭയുടെ അംഗീകാരം ലഭിച്ചത് വലിയൊരു വിജയമായിരുന്നു. അഞ്ചാമത്തെ ആശയം ഗോവ മെത്രാപ്പൊലീത്തയുടെ ഇടപെടലും ഒത്തുതീർപ്പും. മാർത്തോമ മെത്രാനെ സ്വീകരിക്കാനുള്ള അധികാരം കരിയാറ്റ് മെത്രാപ്പൊലീത്തായ്ക്ക് നൽകിയതിനെ മർത്തീഞ്ഞോ എതിർത്തു. കരിയാറ്റിൽ മാർത്തോമായുടെ പക്ഷക്കാരനാണെന്നും അതിനാൽ ഈ അധികാരം ഗോവ മെത്രാപ്പൊലീത്തായ്ക്ക് നൽകണമെന്നും അദ്ദേഹം വാദിച്ചു. ഇത് വെറും ഭോഷത്വമാണെന്ന് കത്തനാർ തിരിച്ചടിക്കുന്നു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ പുനരൈക്യ കാര്യങ്ങളിൽ സഹായിക്കാൻ ഗോവ മെത്രാപ്പൊലീത്തയെ കൂടി നിയോഗിച്ചുകൊണ്ട് റോമിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ നിശ്ചയിച്ചു. യൂറോപ്യന്മാർക്ക് മലങ്കര സഭയെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് ഈ തർക്കങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. മലങ്കര സഭയെ സ്വതന്ത്രമായി വിടുന്നതിൻ്റെ അകത്ത് യൂറോപ്യന്മാർക്കുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത, അവരുടെ ചൊൽപ്പടി നിർത്താനുള്ള ഒരു ആഗ്രഹം, അത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരികയാണ്. പക്ഷെ അതിനോടൊക്കെ ചേർന്ന് നിൽക്കാനായിട്ട് തന്ത്രപൂർവ്വം കാര്യങ്ങളെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കരിയാറ്റിൽ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മാർത്തോമ മെത്രാനെ സഭയിലേക്ക് സ്വീകരിക്കാൻ കരിയാറ്റിൽ മെത്രാപ്പൊലീത്തയ്ക്ക് ആരുടെ അനുവാദം ആവശ്യമില്ലെന്നാണ് കത്തനാർ പറയുന്നത്. കത്തോലിക്ക സഭയിലെ കീഴ്വഴക്കമനുസരിച്ച് മറ്റൊരു മെത്രാപ്പൊലീത്തയ്ക്ക് ഇതിന് അധികാരമുള്ളതിനാൽ ആരുടെയും പ്രത്യേക അനുവാദം ആവശ്യമില്ല. മലങ്കരയിലെ ജനങ്ങളെക്കുറിച്ച് സത്യവിരുദ്ധമായ റിപ്പോർട്ട് റോമിലേക്ക് അയച്ചത് ആരാണ്? അന്നത്തെ കൊച്ചി വികാരി ജനറലായിരുന്ന മാർ യൗസെഫ് ദെ സൊല്ലിദാരെ. റോമിലെ തീരുമാനങ്ങൾ രഹസ്യമായി മെത്രാപ്പൊലീത്തയെ കത്തുമുഖേന അറിയിച്ച സ്നേഹിതനാര്? ബ്രന്താം പാതുരി. മാർത്തോമായുടെ കാര്യത്തിൽ റോമിൻ്റെ തീരുമാനം അനുകൂലമായതറിഞ്ഞ് തടസ്സം നിൽക്കാൻ ശ്രമിച്ച ഇന്ത്യൻ സർവാധികാരിക്കാരനാര്? മർത്തീഞ്ഞോ ദെമൽ. മർത്തീഞ്ഞോ ദെമൽ ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാര്യമുണ്ട്. മലങ്കര നസ്രാണികൾ യൂറോപ്യന്മാരുടെ അടിമത്തിൽ നിന്നും മോചിതരാകുമെന്നും അവരുടെ ശക്തി വർദ്ധിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു. റോമിൽ നിന്നും വന്ന ഉത്തരവ് മെത്രാപ്പൊലീത്തയ്ക്ക് നേരിട്ട് കൈമാറിയത് ആരാണ്? അന്ന് പോർച്ചുഗലിലുണ്ടായിരുന്ന ഇടക്കാല പേപ്പൽ പ്രതിനിധി ഒതിത്തേരു. മെത്രാപ്പൊലീത്തയിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ ലിസ്ബണിലെ കാനോനിസ്റ്റുകാരൻ ആരാണ്? മനുവേൽ യുവാക്കീം. മർത്തീഞ്ഞോയുടെ തടസ്സവാദങ്ങൾ ഫലിക്കാതെ പോയത് എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കത്ത് റോമിൽ എത്തുന്നതിന് മുമ്പേ മാർപ്പാപ്പായുടെ ഉത്തരവ് അവിടെ നിന്നും അയച്ചു കഴിഞ്ഞിരുന്നു. നേരായ മൊഴിയല്ല മുടക്കുതന്ത്രം എന്ന് കത്തനാർ വിശേഷിപ്പിച്ചത് ആരുടെ വാക്കുകളെയാണ്? മാർത്തോമായുടെ കാര്യം രാജ്ഞിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ആദ്യം പറയുകയും പിന്നീട് അതിൽ ഇടപെടുകയും ചെയ്ത മർത്തീഞ്ഞോ ദെമലിൻ്റെ വാക്കുകളെ. അധികാരപത്രം കരിയാറ്റിൽ പിതാവിന് നൽകുന്നതിനെ മർത്തീഞ്ഞോ എതിർത്തത് എന്തു വാദമുന്നയിച്ചാണ്? കരിയാറ്റിൽ മെത്രാപ്പൊലീത്ത മാർത്തോമ മെത്രാൻ്റെ പക്ഷക്കാരനാണ് എന്ന വാദമുന്നയിച്ചു. അവസാനമുണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്തായിരുന്നു? മാർത്തോമ മെത്രാൻ്റെ പുനരേക്ക് കാര്യങ്ങൾ കൂടെ നിൽക്കാൻ ഗോവ മെത്രാപ്പൊലീത്തയെ കൂടി ചുമതലപ്പെടുത്തി.
ഈ പാദത്തിലെ വിവരണങ്ങളിൽ നിന്നും യൂറോപ്യന്മാരുടെ പൊതുവായ മനോഭാവത്തെപ്പറ്റി കത്തനാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? മലങ്കരയിലുള്ള ജനങ്ങളെ തങ്ങളുടെ ദാസ്യത്തിൽ നിന്നും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന ആഗ്രഹം എല്ലാ യൂറോപ്യന്മാരിലും പൊതുവായി ഉണ്ടായിരുന്നു എന്നത്.